ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിളായ ടോപ്പിക്കാണ് കേട്ടോ. എന്നാൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വേണം കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവിൽ ഇങ്ങനെ പറയാറുണ്ടല്ലേ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇപ്പോൾ വിളിക്കരുത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വിളിക്കല്ലേ, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. സിമ്പിളായിട്ട് ഇതെങ്ങനെ പറയാം എന്ന് നോക്കാം. എന്നെ ഇപ്പോൾ വിളിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ വിളിക്കരുത് എന്നാണ്. അപ്പൊ എങ്ങനെ പറയാ? അരുത്, അല്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? ഡോണ്ട് ആണ്. ഡോണ്ട് കോൾ മീ നൗ. ഡോണ്ട് കോൾ മീ നൗ. എന്നെ ഇപ്പോൾ വിളിക്കല്ലേ, അല്ലെങ്കിൽ വിളിക്കരുത്. ബിസിയുള്ള സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ വരില്ല അല്ലേ, നമുക്കിപ്പോൾ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞാനിപ്പോൾ വരില്ല. എങ്ങനെ പറയാ? ഇവിടെയും നെഗറ്റീവ് സെന്റൻസ് ആണ്, പക്ഷെ അവിടെ വരില്ല എന്നുള്ളൊരു ഫ്യൂച്ചർ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഐ വോണ്ട് കം നൗ. ഐ വോണ്ട് കം നൗ. ഞാനിപ്പോൾ വരില്ല. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് കാൻഡ് യൂസ് ചെയ്തും പറയാട്ടോ. കാരണം എനിക്കിപ്പോൾ വരാൻ കഴിയില്ല എന്നുള്ള മീനിങ്ങും കൂടിയാണല്ലോ ഇവിടെ വരുന്നത്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? ഐ കാൺട്ട് കം നൗ. ഐ കാൺട്ട് കം നൗ എന്ന് പറയാം. അപ്പം ചുമ്മാ ഞാൻ വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ വോണ്ട് കം നൗ എന്ന് പറയാം. അതല്ല, ഇപ്പോൾ വരാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ ഐ കാൺട്ട് കം നൗ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. അവരെ ഇപ്പോൾ വിളിക്കണ്ട. അതായത് അവരെ ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, ആ ഒരു സന്ദർഭമാണ്. അവരെ ഇപ്പോൾ വിളിക്കണ്ട അല്ലെങ്കിൽ വിളിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് കോൾ ദം നൗ. ഡോണ്ട് കോൾ ദം നൗ അല്ലെ, അവരെ ഇപ്പോൾ വിളിക്കണ്ട അല്ലെങ്കിൽ വിളിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. അത് ഇപ്പോൾ വാങ്ങണ്ട. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങാൻ പറയാണ്, പക്ഷെ ഇപ്പൊ നമുക്കത് ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട് അതിപ്പോൾ വാങ്ങണ്ട അല്ലെങ്കിൽ വാങ്ങരുത്. ഡോണ്ട് ബൈ ഇറ്റ് നൗ. ഓക്കെ, നെക്സ്റ്റ്. അങ്ങോട്ടിപ്പോൾ പോകേണ്ട അല്ലേ, അങ്ങോട്ട് ഇപ്പോൾ പോകേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഇപ്പോൾ പോകേണ്ട ഒരു കാര്യമില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങോട്ടിപ്പോൾ പോകേണ്ട അല്ലെങ്കിൽ അങ്ങോട്ടിപ്പോൾ പോകരുത്. എങ്ങനെ പറയാ? ഡോണ്ട് ഗോ ദർ നൗ. ഡോണ്ട് ഗോ ദർ നൗ. അങ്ങോട്ടിപ്പോൾ പോകണ്ട അല്ലെങ്കിൽ പോകരുത്. ഓക്കെ, ഇപ്പോൾ അവളെ കാണില്ല. ഇതും നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ അവളെ കാണില്ല എന്ന് പറയുകയാണെങ്കിൽ, അതായത് എനിക്കാണല്ലോ കാണില്ല, എനിക്ക് കാണാൻ കഴിയില്ല. അവിടെ സബ്ജക്റ്റ് ഞാനാണെങ്കിൽ ഐ വോണ്ട് സീ ഹർ നൗ. ഐ വോണ്ട് സീ ഹർ നൗ. ഇവിടെയും നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അവളെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ കാൺട്ട് സീ ഹർ നൗ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ പറയുകയാണെങ്കിൽ ഐ വോണ്ട് സീ ഹർ നൗ എന്ന് പറയാം. അവളെ ഇപ്പോൾ കാണില്ല അല്ലെങ്കിൽ കാണാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കൊരാളോട് പറയണം കുറച്ച് സമയം കാത്തിരിക്കൂ എന്ന് പറയാം അല്ലെ. എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറോടോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ എന്ന് പറയാറുണ്ടല്ലോ. വെയിറ്റ് ഫോർ സം ടൈം. വെയിറ്റ് ഫോർ സം ടൈം. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു സിസ്റ്റർ നമ്മളോട് പറയാണ് ഡോക്ടർ ഉടൻ വരും അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരാളോട് പറയാം ഡോക്ടർ ഉടൻ വരും. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു കോള് വരികയാണ്, നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഡോക്ടർ ഉടൻ വരും. എങ്ങനെ പറയാ? ദ ഡോക്ടർ വിൽ കം സൂൺ. ദ ഡോക്ടർ വിൽ കം സൂൺ. ഡോക്ടർ ഉടൻ വരും, പെട്ടെന്ന് വരും. ഓക്കെ, ഇപ്പോ നമുക്ക് ഒരു കുട്ടി വീണ്, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ നമ്മളോട് ചോദിക്കുക എവിടെയാ വേദന. അപ്പൊ എവിടെയെങ്കിലും നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും ചോദിക്കണം എവിടെയാ വേദന. ഇപ്പൊ ഞാൻ പറയാണ് എൻ്റെ കൈ നല്ല വേദന, അല്ലെങ്കിൽ എൻ്റെ ശരീരം മൊത്തം വേദന, എവിടെയാ വേദന എന്ന് ചോദിക്കണമെങ്കിൽ, നമുക്കായാലും ഒരാളോട് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? വേർ ഈസ് ദ പെയിൻ അല്ലെ. എവിടെ എന്ന് ചോദിക്കാൻ വേർ ഈസ് ആണ്, എവിടെയാണെന്ന് ചോദിക്കാൻ വേർ ഈസ് ദ പെയിൻ. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾക്കിപ്പോൾ പോകാം. നിങ്ങൾക്കിപ്പോൾ പോകാം നമ്മളൊക്കെ പറയാറുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. എങ്ങനെ പറയാ? യു ക്യാൻ ഗോ നൗ. നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. ഓക്കെ, നെക്സ്റ്റ്. കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ നമ്മോട് പറയാറുണ്ട് ധാരാളം വെള്ളം കുടിക്കൂ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാളോട് നമുക്ക് പറയണം ധാരാളം വെള്ളം കുടിക്കൂ എന്ന് പറയണം. എങ്ങനെ പറയാം? ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. പ്ലെന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഡ്രസ്സ് കണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു സംഭവം കണ്ടിട്ട് നമുക്ക് അതേ കുറിച്ചിട്ടൊന്ന് ഒരു അപ്രിഷിയേറ്റ് ചെയ്യണം. എങ്ങനെ പറയാന്നറിയോ? നന്നായിട്ടുണ്ടെന്ന് പറയണം. ഒരു ഡ്രസ്സ് ആരെങ്കിലും കാണിച്ചു തന്നിട്ട് നമുക്ക് പറയണം
നന്നായിട്ടുണ്ടെന്ന് പറയണം. നൈസ് വൺ, നന്നായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വളരെ നല്ലതെന്ന് പറയുകയാണെങ്കിൽ സോ ഗുഡ്, വളരെ നല്ലത്. ഓക്കെ, ഒരു കുട്ടി നന്നായി ചിത്രം വരച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടി നന്നായി മാർക്ക് വാങ്ങി, അപ്പൊ നമ്മൾ അവരെ എങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുക? വെൽ ഡൺ, അല്ലേ? വെൽ ഡൺ, ഒരു പ്രവൃത്തി ചെയ്തത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽ ഡൺ യൂസ് ചെയ്യുന്നത്. വെൽ ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് വെരി ടേസ്റ്റി, അല്ലേ? വളരെ രുചിയുണ്ട്. ഓക്കെ, ഇപ്പൊ വളരെ അതിശയകരമായ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇറ്റ്സ് അമേസിങ് എന്ന് പറയാം, അല്ലെ? അതിശയകരമാണ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇറ്റ്സ് അമേസിങ്. ഓക്കെ, നമുക്കൊക്കെ ഇപ്പൊ നോമ്പ് കാലാണല്ലേ, അപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് ഇന്ന് എനിക്ക് ക്ഷീണമുണ്ട്, അല്ലെ? ക്ഷീണമില്ലെന്നും പറയാറുണ്ട്, ക്ഷീണമുണ്ടെന്നും പറയാറുണ്ട്. എങ്ങനെ പറയാം? ഇന്ന് എനിക്ക് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ എം ടയേർഡ് ടുഡേ എന്ന് പറയാം. ഇനി നല്ല ക്ഷീണമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐ എം വെരി ടയേർഡ് ടുഡേ എന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ കണ്ടിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നണം, ആ ആള് ഭയങ്കര ടെൻഷൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അപ്പൊ നമ്മളൊന്ന് ആശ്വസിപ്പിക്കണം. നമ്മൾ പറയാറുണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറയാറുണ്ട്, അല്ലെ? അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഞങ്ങൾ ഉടൻ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പോകും എന്ന് പറയാറുണ്ടല്ലോ. വി വിൽ ലീവ് സൂൺ, ഞാൻ ഉടൻ പുറപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ വേഗം പോകും. വി വിൽ ലീവ് സൂൺ, പുറപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, കുട്ടികളായാലും അല്ലെങ്കിൽ വലിയവരായാലും അമിതമായിട്ട് ഫോണിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തൂ, ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തൂ എന്നെങ്ങനെ പറയാ? സ്റ്റോപ്പ് യൂസിങ് യുവർ ഫോൺ, സ്റ്റോപ്പ് യൂസിങ് യുവർ ഫോൺ, നിന്റെ ഫോൺ ഉപയോഗം നിർത്തൂ. ഈ ശബ്ദം കുറയ്ക്കൂ എന്ന് പറയണമെങ്കിലോ, ഇതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സെന്റൻസുകളാണ് കേട്ടോ. ശബ്ദം കുറയ്ക്കൂ, ടേൺ ഡൗൺ ദ വോളിയം. ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഒരു മൂവി കാണുന്ന സമയത്താണ് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾ അപ്പുറത്ത് പഠിക്കുന്നത്, അപ്പൊ നമ്മൾ പറയാറുണ്ട് സൗണ്ട് കുറക്കൂ, അല്ലെങ്കിൽ ശബ്ദം കുറക്കൂ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ടേൺ ഡൗൺ ദ വോളിയം എന്ന് പറയേണ്ടത്, അല്ലെ? ഒരു വസ്തുവിന്റെ സൗണ്ട് കുറയ്ക്കൂ എന്നാണ് പറയുന്നത്. ആ ഫോണിൽ എന്തോന്ന് കാണുകയാണ്, അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഈ മൂവി കാണുകയാണോ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും കാണുകയാണോ എന്നുള്ള രീതിക്ക് നമ്മൾ ചോദിക്കാറുണ്ട്. എന്താ കാണുന്നത്, അല്ലേ? കാണുന്നത് ടിവിയോ അല്ലെങ്കിൽ ഫോണിലോ എങ്ങനെ വീഡിയോസുകളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? വാട്ട് ആർ യു വാച്ചിങ്, അല്ലെ? വീഡിയോ, മൂവി അങ്ങനെയുള്ള കളികൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളവിടെ വാട്ട് ആർ യു വാച്ചിങ് എന്ന് ചോദിക്കാവൂ കേട്ടോ. നീ എന്താ കാണുന്നത്? ഞാൻ പിന്നെ ചെയ്യും, ഇപ്പൊ ഹോംവർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ചെയ്യും എന്ന് പറയാറുണ്ടല്ലോ. ഐ വിൽ ഡു ലേറ്റർ, ഞാൻ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ചെയ്യും എന്നൊക്കെ പറയാം. അത്ര മതി, ദാറ്റ്സ് ഇനഫ്, അത്ര മതി, അല്ലെ? ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പോ ഇന്ന് ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, ചായ റെഡിയായോ? ചായ റെഡിയായോ എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല മുമ്പത്തെ വീഡിയോസുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.